നമ്മുടെ ആലപ്പുഴ തന്നെ ഇതുപോലൊരു ഗ്ലാസ് ബ്രിഡ്ജ് വളരെ എത്ര പേർക്ക് അറിയാം? ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമല്ല, ഒട്ടകം, ആന, കുതിര, കുറേയധികം എക്സോട്ടിക് ബേഡ്സ്, ബേഡ് ഫീഡിങ്, ഫിഷ് സ്പാ അങ്ങനെ തുടങ്ങി പല പല ആക്ടിവിറ്റീസ് ഉള്ള ചെറിയൊരു സംരംഭമാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ചെറുതല്ല, കുറച്ച് വലുതാണ്. അപ്പോൾ ആലപ്പുഴ നിന്ന് ചേർത്തലക്ക് പോകുന്ന റോഡിൽ കലവൂർ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ സ്ട്രെയിറ്റ് വരുമ്പോൾ റെയിൽവേ ക്രോസ് കാണാം. ആ റെയിൽവേ ക്രോസ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെഫ്റ്റ് എടുത്ത് വീണ്ടും മുമ്പോട്ട് വരുമ്പോഴത്തേനും ഇതുപോലൊരു അമ്പലം കാണാം. ഇതാണ് പുതിയ വീട്ടിൽ ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രം. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ വീണ്ടും ഫ്രണ്ടോട്ട് വരാൻ നേരത്ത് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ടാങ്ക് കാണാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഇതുപോലൊരു തറവാട് കാണാനായിട്ട് പറ്റും. ഇതാണ് കുളമാക്കിൽ വീട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ വരുന്നത്. ആനപ്രേമികളായിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ചിലപ്പോൾ കേട്ടിട്ടുള്ളൊരു പേരായിരിക്കും കുളമാക്കിൽ എന്നുള്ളത്. ഏകദേശം 100 കൊല്ലത്തോളം പഴക്കമുണ്ടായ ഒരു തറവാടിന്. 100 അതിൽ കൂടിയാലേ ഉള്ളൂ. എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ ചോറ് മുഴുവൻ കഴിക്കാമെങ്കിൽ കുളമാക്കിൽ ആനനെ കാണിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അമ്മ ചോറ് മുഴുവൻ തിരിക്കുന്ന കാര്യം എനിക്ക് ഓർമ്മ വരുന്നു. അതിന് തൊട്ട് പുറകിലായിട്ട് അവരുടെ തന്നെ കുടുംബക്ഷേത്രവും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തോ ഒരു കാടിനകത്ത് വന്നൊരു ഫീലാണ് നമുക്കിവിടെ തന്നിരുന്നത്. ഈ തറവാടിന് പുറകുവശത്തായിട്ട് തന്നെ ബേഡ്സിനുള്ള ഏവിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഏവിയറിനകത്ത് വെറുതെ കാഴ്ചക്കാരനായിട്ട് കയറണമെന്നുണ്ടെങ്കിൽ 50 രൂപ മാത്രമാണ് ചാർജ് വരുന്നത്. ഇനി അതല്ല ബേഡ്സിനെ ഫീഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതിന് 150 രൂപ എക്സ്ട്രാ അടക്കണം. ഏവിയറുടെ അകത്ത് തന്നെ കുട്ടികളൊക്കെ ആയിട്ട് വന്നിരിക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് ഏരിയ അവർ അതിനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് വരുന്നതിനേക്കാളും കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ വരുന്നതായിരിക്കും കുറച്ചുകൂടെ വെർത്തായിട്ടുള്ളത്. ഏവിയർ കണ്ട ശേഷം പുറത്തോട്ടിറങ്ങുമ്പോൾ പിന്നെ നമുക്കുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ബോട്ടിംഗ് ആയിരുന്നു. അതിപ്പോൾ നിലവിൽ വർക്കിംഗ് അല്ല, ഉടനെ തന്നെ റീസ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നു. പിന്നെ ഉള്ളത് ഫിഷ് പേ ആണ്. ഫിഷ് പേയ്ക്ക് ഒരാൾക്ക് ചാർജ് വരുന്നത് 150 രൂപയാണ്. ഫിഷ് പേ ഉള്ളത് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിനകത്ത് തന്നെയാണ്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആനക്ക് വരുന്നത് 800 രൂപയാണ് ചാർജ്, ആന സഫാരിക്ക്. അതുപോലെ ഒട്ടകത്തിൻ്റെ സഫാരിക്കാണെന്നുണ്ടെങ്കിൽ 300 രൂപയാണ് ചാർജ് വരുന്നത്. വേറെ ഇവിടെ ഒരു കുതിരയുണ്ട്, അതിന് 300 രൂപ തന്നെയാണ് ചാർജ് വരുന്നത്. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനായിട്ട് ഒരാൾക്ക് 200 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പോൾ നമ്മളിതേ ടിക്കറ്റൊക്കെ എടുത്ത് ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറുവാണ്. അപ്പോൾ ഞാൻ ഇതുവരെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയില്ല. ഇതെൻ്റെ ഫസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ് എക്സ്പീരിയൻസ് ഇവിടെ ആയിരിക്കും. ഇതെൻ്റെ കൂട്ടുകാരൻ ബിബിൻ എനിക്ക് കയറാൻ പേടിയാന്ന് പറഞ്ഞപ്പോൾ അവൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് മുമ്പേ പോകുന്ന വിഷ്വലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. സംഭവം താഴെ നിന്ന് വീമ്പിളക്കിയെങ്കിലും മേളിലെത്തിയപ്പം അവനും എനിക്കും ഒരേപോലെ പേടിയായി എന്നുള്ളതാണ് സത്യം. ഞങ്ങൾ വന്ന ടൈമിലേ കുറച്ച് മഴ പെയ്ത് ഗ്ലാസ്സിലൊക്കെ കുറച്ച് വെള്ളമായിട്ട് കിടക്കുക, അത് കുറച്ച് സ്ലിപ്പറിയാണ്. അതൊന്നും ഒഴിച്ചെടുത്തി കഴിഞ്ഞാൽ വേറെ പേടിയൊന്നും എനിക്ക് വലുതായിട്ട് തോന്നിയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് അക്രോഫോബിയ ഉള്ളതാണ്. കുറച്ച് ഫിയർ ഉണ്ടല്ലേ, വഴുതുന്നുണ്ട്. സൺസെറ്റ് സമയത്തൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നല്ലൊരു സൺസെറ്റ് വ്യൂ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ ഗ്ലാസ് ബ്രിഡ്ജിനെ കണക്ട് ചെയ്ത് ഈ കുളത്തിന് അപ്പുറത്തായിട്ടൊരു പില്ലറുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിന് താഴത്തു നിന്നുള്ള ലെയറിൽ നിന്ന് നേരെ ആ പില്ലറിലോട്ട് അടുത്ത് തന്നെ റോപ്പ് വേ സെറ്റപ്പ് വരുന്നുണ്ട്. അതായത് ഈ കുളത്തിൻ്റെ മേളിൽ നമുക്ക് അപ്പുറത്തോട്ട് റോപ്പ് വേ വഴി പോകാനുള്ളൊരു പരിപാടി. അപ്പോൾ അത് ഈ ഓണത്തിന് മുമ്പായിട്ട് വരുമെന്നാണ് അവരെന്നോട് പറഞ്ഞത്. അതിൻ്റെ പണികളൂടെ നടന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും അതെല്ലാം വന്നു കഴിയുമ്പോഴത്തേനും ഒന്നും കൂടെ അടിപൊളിയാകും. ക്യാമറയിൽ കൂടെ കാണാൻ പറ്റത്തില്ലെന്നുള്ളൂ. ഈ കുളത്തിൽ അത്യാവശ്യം നല്ല മീനുണ്ട്. ഇവിടെ മേളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതിനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കണ്ടു കഴിഞ്ഞാൽ താഴത്തോട്ട് ഇറങ്ങുവാണ്.
ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ സ്വന്തം നാട്ടിൽ ഇത്രയും വലിയൊരു സംഭവം ഉള്ളപ്പോൾ അത് കുറച്ച് പേരുടെയെങ്കിലും മുന്നിൽ എത്തിക്കണം എന്നെനിക്ക് തോന്നി. ദൂരത്തായിട്ടൊരു ആനനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തിട്ട് പോകാൻ നിന്നില്ല. ഗൂഗിൾ മാപ്പിൽ എലഫൻറ്റ് സഫാരി എന്ന് അടിച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് ഈ സ്ഥലത്തിന് ലൊക്കേഷൻ കിട്ടും. വെക്കേഷൻ ടൈമിൽ കുട്ടികളൊക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു സ്പോട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.